80 ലക്ഷം ജനങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അന്നത്തെ പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണമെന്ന് പറയുന്നത് 489 പാർലമെന്റ് അംഗങ്ങൾ. അതായത് 7,38,421 പേർക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലാണ് നമ്മുടെ പാർലമെന്റിൽ ഓരോ അംഗവും കടന്നു ചെല്ലുന്നത്. ഇന്ന് 2020 രാജ്യത്ത് 130 കോടി ജനങ്ങളുണ്ടോ എന്ന് കണക്കാക്കുന്നു. ആ 130 കോടി ജനങ്ങളെ ഇന്നത്തെ പാർലമെന്റ് സീറ്റുകളുടെ അംഗങ്ങളുടെ എണ്ണം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മനസ്സിലാക്കുന്നത് 22 ലക്ഷം പേർക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലാണ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഓരോരുത്തരും കടന്നു ചെല്ലുന്നത്. അങ്ങനെ ലോകരാജ്യങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർലമെന്റിൽ പങ്കെടുക്കുന്ന ഒരേ ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവിടെ പലപ്പോഴും പല ആൾക്കാരും പറയുന്നത് ജനസംഖ്യ കൂടിയ ഒരു രാജ്യമായതുകൊണ്ടാണ് 22 ലക്ഷം പേർക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പാർലമെന്റ് അംഗങ്ങൾ പോകുന്നത്. നമ്മുടെ അയൽ രാജ്യമായ ചൈനയിലേക്ക് നോക്കിയാൽ അവിടെ 4 ലക്ഷം പൗരന്മാർക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലാണ് ചൈനയിലെ പാർലമെന്റിലേക്ക് ഓരോ അംഗവും കടന്നു ചെല്ലുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ സുദീർഘമായി അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുമ്പോൾ ഇവിടെ 22 ലക്ഷം പേരുടെ പരാതികൾ, അവരുടെ പ്രശ്നങ്ങൾ പറയുവാൻ ഒരു MP എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എത്രമാത്രം ജനാധിപത്യ വിരുദ്ധവും അശാസ്ത്രീയമായ രീതിയിലാണ് നമ്മുടെ പാർലമെന്റ് അംഗങ്ങളുടെ അനുവാദം പോകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. എങ്ങനെ ഈ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എന്ന് 70 ആണ്ടുകൾ പിന്നിടുമ്പോൾ ഈ രാജ്യം ജനാധിപത്യ രീതിയിൽ തുടരുവാൻ, ജനാധിപത്യപരമായി ജനങ്ങൾക്ക് പുരോഗതി കൈവരിക്കുവാൻ, ജനങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാക്കുവാൻ, സാമ്പത്തികമായി മുന്നേറുവാൻ, രാഷ്ട്രീയ ബോധമുണ്ടാകുവാൻ ഈ നാട്ടിലെ നമ്മുടെ രാജ്യത്തെ 130 കോടി ജനങ്ങൾക്ക് എത്ര പേർക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ കേവലം ചെറിയൊരു ശതമാനത്തിന് മാത്രമാണ്. നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായി ജനാധിപത്യത്തിന്റെ 70 ആണ്ടുകൾ പിന്നിടുമ്പോൾ നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും ഈ രാജ്യത്തിന്റെ സമ്പത്തോ, ഈ രാജ്യത്തിന്റെ വിഭവങ്ങളോ, ഈ രാജ്യത്തിന്റെ അധികാരമോ അതിൽ പങ്കാളിത്തം കിട്ടാത്തവരായി ഇന്നും പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെടുന്നവരായി നിൽക്കുമ്പോഴാണ് ഇവിടെ ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വരുന്ന മാറി കഴിക്കുന്നവർ ഇക്കാലമത്രയും ഇന്ത്യയെ എങ്ങോട്ടാണ് നയിച്ചത് എന്ന് നാം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇന്ത്യയെ നയിച്ചത് ഇന്നലകളിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഈ രാജ്യത്ത് നിലനിന്നിരുന്ന ജാതീയ വ്യവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുചെന്നെത്തിക്കുവാൻ അലകും പിടിയും തീർത്തുകൊണ്ട് ഇന്ത്യയിൽ ഭരണം നടത്തുന്ന ഭാരതീയ ജനതാ പാർട്ടിയും അതേപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടെ മത്സരിക്കുകയാണ്. അതുകൊണ്ടാണ് രാജ്യത്തിന്റെ മൊത്ത സമ്പത്തിന്റെ 70% എന്ന് ഇന്ത്യയിലെ 1% കയ്യിലേക്ക് പോകുന്നത്. രാജ്യത്തെ 99% വരുന്ന ഇന്ത്യക്കാരുടെ കയ്യിൽ വെറും 30% സമ്പത്ത് മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ രാജ്യത്തിന്റെ സമ്പത്ത് എങ്ങോട്ടാണ് ഒഴുക്കിയത്? രാജ്യത്തിന്റെ സമ്പത്ത് ആരുടെ കയ്യിലേക്ക് ഒഴുക്കുവാൻ ഇന്ത്യ ഭരിച്ചവർ തയ്യാറായി എന്നുള്ളത് നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തിന്റെ മുഴുവൻ ഭൂമിയും ആ ഭൂമിയുടെ വിസ്തീർണം മനസ്സിലാക്കുമ്പോൾ ആ വിസ്തീർണം അനുസരിച്ച് ഈ രാജ്യത്തിന്റെ മണ്ണിന്റെ മക്കൾ, ഈ രാജ്യത്തെ പാടത്തും പറമ്പത്തും പണിയെടുക്കുന്നവർ, ഈ രാജ്യത്തെ കനാൽ പുറമ്പോക്കിലും തോട് പുറമ്പോക്കിലും അതേപോലെ റെയിൽവേ പുറമ്പോക്കിലും ജീവിക്കുന്ന കോടിക്കണക്കിനായ ജനങ്ങൾ, ഈ ജനങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ വിഭവങ്ങളിൽ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ടോ? ഈ രാജ്യത്തിന്റെ ഭൂമിയിൽ ഉടമസ്ഥാവകാശം ഉണ്ടായിട്ടുണ്ടോ? ഈ രാജ്യത്തിന്റെ അധികാരത്തിൽ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ടോ? ഈ രാജ്യത്തിന്റെ ഉദ്യോഗങ്ങളിൽ എത്രമാത്രം പങ്കാളിത്തം ഉണ്ടായി എന്ന് നാം പരിശോധിക്കണം. ഇന്നും ഈ ആധുനിക ഇന്ത്യയിൽ 6 കോടി ജനങ്ങൾ ഇന്ത്യക്കാരല്ലാതെ, ഇന്ത്യൻ പൗരത്വം ലഭിക്കാതെ, റേഷൻ കാർഡില്ലാതെ, തിരിച്ചറിയൽ കാർഡില്ലാതെ, വോട്ടവകാശമില്ലാതെ, പഞ്ചായത്തിന്റെ ആനുകൂല്യമില്ലാതെ, ഭൂമിയുടെ ഉടമസ്ഥാവകാശമില്ലാതെ ഇന്ന് ഇന്ത്യയിൽ 6 കോടി ജനങ്ങളുണ്ട്. നമ്മളൊക്കെ ഒരു പക്ഷേ ഒട്ടച്ചകളെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആക്ഷേപിക്കുന്ന ഇന്ത്യയിലെ ആദിമ ജനത, അടിസ്ഥാന ജനത ഇന്ന് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പലായനം ചെയ്യുകയാണ്. 6 കോടി ജനങ്ങളുണ്ട്. അവരുടെ പ്രശ്നം പറയുവാൻ ഇവിടെ തൊഴിലാളി വർഗത്തിന്റെ പ്രേമം പറയുന്ന പാർട്ടികൾക്കാവുന്നില്ല.
ഇവിടെ മതേതരത്വം പറയുന്ന പാർട്ടികൾക്കാവുന്നില്ല, ഇവിടെ രാജ്യസ്നേഹം വിളമ്പുന്ന പാർട്ടികൾക്കാവുന്നില്ല. അവർക്ക് ആരോടാണ് പ്രേമം? അവർക്ക് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളോടാണ് പ്രേമം, അവർക്ക് അദാനിയോടാണ് പ്രേമം, അംബാനിയോടാണ് പ്രേമം. ഈ രാജ്യത്തെ തിന്നുമുടിക്കുന്ന, ഈ രാജ്യത്ത് കോടാനുകോടി രൂപയുടെ ബാധ്യതകൾ ഉണ്ടാക്കുന്ന വിജയ മല്യയോടാണ് പ്രേമം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ സമ്പത്ത് നമുക്കറിയാം. വിജയമല്യെ പോലെയുള്ളവർ കോടാനുകോടി രൂപ ബാങ്കുകളിൽ നിന്ന് കടമെടുത്തുകൊണ്ട് നയാ പൈസ പോലും തിരിച്ചടയ്ക്കാതെ ബോധപൂർവം ബാങ്കുകൾക്ക് ബാധ്യത വരുത്തിയിട്ട് രാജ്യത്ത് നിന്ന് മുങ്ങുകയാണ്. എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ ഉപയോഗിച്ച് കമ്പനികൾ ഉണ്ടാക്കിയിട്ട് ഇന്ന് ലാഭം ഉണ്ടാകുമ്പോൾ ആ ലാഭങ്ങൾ അപ്പാടെ സ്വിസ് ബാങ്കിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് അവസാനം പാപ്പറായി എന്ന് പറഞ്ഞുകൊണ്ട് നാട് കടക്കുമ്പോൾ അങ്ങനെ വിജയമല്യമാരുടെ അവരുണ്ടാക്കിയ ബാധ്യതകൾ തീർക്കുവാൻ ഞാനും നിങ്ങളും അടങ്ങുന്നവരുടെ നമ്മുടെ ഇന്ത്യയുടെ പൊതു ഖജനാവ്, ആ ഖജനാവിൽ നിന്ന് ബാങ്കുകളെ ബാധ്യത വരുത്തിയവർ അത് പരിഹരിക്കുവാൻ ശ്രമിക്കുമ്പോൾ എങ്ങോട്ടാണ് രാജ്യം പോകുന്നത്? ഈ രാജ്യത്തിന്റെ സമ്പത്ത് അങ്ങനെയാണ് ഈ വിജയമല്യമാരും ഈ രാജ്യത്തിന്റെ കോർപ്പറേറ്റുകളുടെ കയ്യിലേക്കും എത്തുന്നത്. ഈ രാജ്യത്തിന്റെ കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് പണമെത്തിക്കുന്ന, കമ്മീഷൻ പറ്റിക്കൊണ്ട് ഏജന്റ് പണിയെടുക്കുന്ന പാർട്ടികളാണ് ഭാരതീയ ജനതാ പാർട്ടിയും അതേപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും. നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏറ്റവും കൂടുതൽ വർഷം ഭരിച്ചത്, ഏതാണ്ട് 45 വർഷക്കാലം ഇന്ത്യ ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ്. അവരെന്താണ് ചെയ്തത്? അവസാനം റാവുവിലെത്തി നിൽക്കുമ്പോൾ നമ്മൾ കണ്ടത് റാവു തീഹാർ ജയിലിലേക്ക് പോയി അഴിമതി നടത്തി. തീഹാർ ജയിലിലേക്ക് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി പോയെങ്കിൽ അഴിമതിയുടെ കഥ പറയുവാൻ ഏറെയുണ്ട്. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ കോൺഗ്രസിനെ അഴിമതിക്കാരെന്ന് പറയുമ്പോൾ എന്താണ് ഭാരതീയ ജനതാ പാർട്ടി? ഞങ്ങൾ മനസ്സിലാക്കുന്നത് 45 വർഷം കൊണ്ട് ഇന്ത്യ കട്ടുമുടിച്ച് ഇന്ത്യയിൽ അഴിമതി നടത്തിയ കോൺഗ്രസ്, ആ കോൺഗ്രസിനെ കവച്ചു വെച്ചുകൊണ്ട് 4 വർഷക്കാലം BJP അതിനെ കവച്ചു വെച്ചുകൊണ്ട് അഴിമതി നടത്തി ഇന്ത്യയെ കട്ടുമുടിച്ചു എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അല്ലാതെ ഈ രാജ്യത്തെ പണിയെടുക്കുന്നവനെ, ഈ രാജ്യത്തെ മണ്ണിന്റെ മക്കളെ, ഈ രാജ്യത്തോട് കൂറ് പുലർത്തുന്ന ഇവിടുത്തെ ആദിമനിവാസികളെ, ഈ രാജ്യത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നിന്നും അർഹതയുള്ള ജോലി കിട്ടാതെ, ഭൂമി കിട്ടാതെ നിരാലംബരായി, നിരാശരായി പട്ടിണിപ്പാവങ്ങളെ പോറ്റുവാൻ, അവരുടെ കണ്ണീരൊപ്പുവാൻ ഗവൺമെന്റുകൾ കാട്ടില്ല എന്നുള്ളതാണ് വസ്തുത, പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇന്ത്യ പാകിസ്ഥാനും പുറകിലെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളും പുറകിൽ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരെ സൃഷ്ടിക്കുന്ന രാജ്യമെന്നുള്ള നിലയിൽ ഇന്ന് 107 രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിടുമ്പോൾ അതിൽ 94ാം സ്ഥാനത്ത് ഇന്ത്യ നിൽക്കുകയാണ്. പാകിസ്ഥാനൊക്കെ അതിനൊക്കെ ഒരുപാട് പുറകിലാണ്. എന്ന് പറഞ്ഞാലും പാകിസ്ഥാനെ കുറ്റം പറയുന്ന, രാജ്യസ്നേഹം വിളമ്പുന്ന BJPക്ക് നിങ്ങൾക്ക് പറയാനുണ്ടോ? ഈ രാജ്യത്ത് ഇവിടുത്തെ പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ലോകത്തെ പട്ടിണിക്കാരുടെ 2/3 ഭാഗവും ഇന്ത്യയിലാണെന്ന് നാം മനസ്സിലാക്കണം, പ്രിയമുള്ളവരെ. അങ്ങനെയുള്ളവർ തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് വേളയിൽ അവർ പറയുന്നത് പട്ടിണിക്കാരന്റെ പ്രശ്നമല്ല, ഇവിടുത്തെ അടിസ്ഥാന വർഗങ്ങളുടെ തൊഴിലിന്റെ പ്രശ്നമല്ല, അതല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ പുരോഗതിയുടെ പ്രശ്നമല്ല. അവർ പറയുന്നത് അയോധ്യയാണ്, രാമക്ഷേത്രമാണ്. അവർ പറയുന്നത് പട്ടേലിന്റെ പ്രതിമ ചൂണ്ടിയാണ് പറയുന്നത്. ഞങ്ങൾ അമ്പരചുംബിയായ പ്രതിമ വെച്ചിരിക്കുന്നു, പട്ടേലിന്റെ പ്രതിമ വെച്ചിരിക്കുന്നു. അതെ, ഞങ്ങൾ പാകിസ്ഥാനിൽ മിന്നൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നൊക്കെയാ പറയുന്നത്. എന്താ ഇതുകൊണ്ട് ഇവിടുത്തെ പട്ടിണി മാറുന്നുണ്ടോ? ഏതെങ്കിലും ഒരാളുടെയെങ്കിലും പട്ടിണി മാറുമോ? പട്ടേലിന്റെ പ്രതിമ വെച്ചുകൊണ്ട് ഇന്ത്യക്കാരുടെ പട്ടിണി മാറുമോ? ഇവിടെ അയോധ്യയിൽ രാമക്ഷേത്രം വന്നുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ? ഇല്ല. പ്രശ്നം അടിസ്ഥാനമാണ്. അത് ആധുനിക ഇന്ത്യയിൽ ഇന്ന് നഗ്നമായി നമ്മൾ മനസ്സിലാക്കുന്നതാണ്. സ്വാതന്ത്ര്യ സമരത്ത് ഇന്ന് ഇവിടുത്തെ ഏത് വിഭാഗക്കാരാണോ പട്ടിണി കിടന്നത്, ഏത് വിഭാഗക്കാർക്കാണോ ഇന്ന് പീഡനങ്ങൾ അനുഭവിച്ചത്, ഇന്ന് ആധുനിക നൂറ്റാണ്ടിൽ ഇന്ന് ഇന്ത്യയിൽ അതേപോലെ അനുസ്യൂതമായി തുടരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് ഓരോ 15 മിനിറ്റിലും ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുന്നു, ഭീകരമായി ബലാത്കാരം ചെയ്യുന്ന നാടായി മാറുന്നു. അതിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അഭിമാനമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. ഇവിടെ പോഷകാഹാരക്കുറവ് മൂലം ലക്ഷോപലക്ഷം കുട്ടികളാണ് മരിക്കുന്നത്. മാസം തികയാതെ കുട്ടികൾ പ്രസവിച്ച കുട്ടികൾ ഇങ്ങനെ ചാവുള്ളയായി മരിക്കുന്നു. അങ്ങനെ നിരവധി സംഭവങ്ങൾ. ലക്ഷോപലക്ഷം കുട്ടികൾക്ക് ആരോഗ്യമില്ലാത്തവരായി, ലക്ഷോപലക്ഷം ഗർഭിണികൾ പോഷകാഹാരം കിട്ടാതെ വിളർച്ച ബാധിച്ച് മരിക്കുന്നവരുടെ നാടായി ഇന്ത്യ മാറുന്നു. ഇന്ത്യയിൽ കോടാനുകോടി ജനങ്ങൾ ഇന്നും
ഇന്ന് അറിവില്ലാത്തവരായി മാറുന്നു. ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയം 70 ആണ്ടുകൾ പിന്നിടുമ്പോൾ ഏറ്റവും കൂടുതൽ മണ്ടന്മാരെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസ നയമാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് സയൻസ് ആൻഡ് ടെക്നോളജിയെ അവർക്ക് മാറ്റി നിർത്തുകയാണ്, ശാസ്ത്രത്തെ മാറ്റി നിർത്തുന്നു. പിന്നെ എന്താണ് വിദ്യാഭ്യാസത്തിലൂടെ